അൽഹംദുലില്ലാഹി റബ്ബിൽ ആലമീൻ വസ്സലാത്തു വസ്സലാമു അലാ റസൂലിൽ കരീം വഅലാ ആലിഹി വസഹാബിഹി അജ്മഈൻ അമ്മാ ബഅദ്. പ്രിയപ്പെട്ട സഹോദരീ സഹോദരന്മാരെ, വൃത്തിഹീനമായ ഏതൊരു സാഹചര്യത്തെയും വളരെ വെറുപ്പോടുകൂടി നോക്കിക്കാണുന്നവരാണ് മനുഷ്യർ. ഒരു സാമൂഹ്യ ജീവി എന്ന നിലയിൽ ദന്തശുദ്ധീകരണം നമ്മിൽ വളരെയധികം പ്രാധാന്യമർഹിക്കുന്ന ഒരു കാര്യമാണ്. നമ്മുടെ വായയിൽ നിന്നും വന്നേക്കാവുന്ന ദുർഗന്ധം നാമുമായി ഇടപെടുന്നവർക്ക് വളരെയധികം പ്രയാസങ്ങൾ സൃഷ്ടിക്കുന്നു. അതിനു പുറമെ നമ്മുടെ പല്ലും വായയുമായി ബന്ധപ്പെട്ടുകൊണ്ട് ധാരാളം രോഗങ്ങൾക്കും ശരിയായ രൂപത്തിലല്ലാത്ത ദന്തശുദ്ധീകരണം കാരണമാവാറുണ്ട്. ഈ മേഖലയിൽ ഇസ്ലാമിക അധ്യാപനങ്ങൾക്ക് ഏറെ പ്രസക്തിയുണ്ട്. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു, അസ്സിവാഖു മത്ഹറത്തുൻ ലിൽ ഫമി വമർലാത്തുൻ ലിൽ റബ്ബ്. ദന്തശുദ്ധീകരണം വായയ്ക്ക് വൃത്തിയും അള്ളാഹുവിന് തൃപ്തിയുമാണ് എന്ന്. പ്രവാചക അധ്യാപനങ്ങളിൽ ദന്തശുദ്ധീകരണത്തിന് ഇത്രമേൽ പ്രാധാന്യം ലഭിക്കാനുള്ള കാരണം മേൽ സൂചിപ്പിച്ചതാണ്. പ്രവാചകന്റെ കൽപ്പനകൾ അനുധാവനം ചെയ്യുന്നതിലൂടെ പരലോകത്ത് പുണ്യം ലഭിക്കാനും നമ്മുടെ വ്യക്തിശുദ്ധി കാത്തുസൂക്ഷിക്കാനും രോഗങ്ങളിൽ നിന്ന് മുക്തി നേടാനും നമുക്ക് സാധിക്കും. ദന്തശുദ്ധീകരണത്തിൻ്റെ പ്രാധാന്യം ബോധിപ്പിക്കുക മാത്രമല്ല, ദന്തശുദ്ധീകരണം നടത്തേണ്ട സന്ദർഭങ്ങൾ കൂടി പ്രവാചകൻ നമുക്ക് വ്യക്തമായി പഠിപ്പിച്ച് തന്നിട്ടുണ്ട്. എപ്പോഴും പല്ല് തേക്കുന്നത് പ്രവാചകൻ പൊതുവെ പ്രോത്സാഹിപ്പിച്ചിട്ടുണ്ടെങ്കിലും താഴെ പറയുന്ന സന്ദർഭങ്ങൾക്ക് പ്രത്യേകം പുണ്യമുണ്ട്. ഉറക്കിൽ നിന്നും ഉണർന്നാൽ നാം ദന്തശുദ്ധീകരണം നടത്തേണ്ടതുണ്ടെന്ന് പ്രവാചകൻ പഠിപ്പിച്ചു. വുളു എടുക്കുമ്പോൾ നാം ദന്തശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. യാത്ര കഴിഞ്ഞ് മടങ്ങി വീട്ടിൽ പ്രവേശിച്ചാൽ നാം ദന്തശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. ഓരോ നമസ്കാരത്തിന് മുമ്പും നാം ദന്തശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. വായയ്ക്ക് ദുർഗന്ധം വമിക്കുന്നു എന്ന അവസ്ഥ നമുക്ക് ഉണ്ടാകുമ്പോൾ, അല്ലെങ്കിൽ വായ ദുർഗന്ധപൂരിതമാണ് എന്ന് നമുക്ക് തോന്നുമ്പോൾ നാം ദന്തശുദ്ധീകരണം നടത്തണമെന്ന് പ്രവാചകൻ പഠിപ്പിച്ചിട്ടുണ്ട്. ഖുർആൻ പാരായണത്തിന് മുമ്പായിക്കൊണ്ട് ഒരു ഒരുക്കം എന്നുള്ള നിലയിൽ നാം ദന്തശുദ്ധീകരണം നടത്തേണ്ടതുണ്ട്. ഇത്തരം സന്ദർഭങ്ങൾ, മേൽ സൂചിപ്പിച്ച ഇത്തരം സന്ദർഭങ്ങളാണ് ദന്തശുദ്ധീകരണത്തിൻ്റെ വേളകളായിക്കൊണ്ട് പ്രവാചകൻ പഠിപ്പിക്കുകയും പ്രോത്സാഹിപ്പിക്കുകയും ചെയ്തിട്ടുള്ളത്. ദന്തശുദ്ധീകരണത്തിനുള്ള പ്രവാചകന്റെ ഈ കൽപ്പനകൾ നമ്മുടെ ആരോഗ്യത്തിനും നമ്മുടെ പരലോക മോക്ഷത്തിനും വേണ്ടി നാം നമ്മുടെ ജീവിതത്തിൽ പ്രത്യേകം ശീലമാക്കേണ്ട ഒരു പ്രധാനപ്പെട്ട കാര്യം തന്നെയാണ്. പ്രവാചകൻ വീട്ടിലെത്തിയാൽ എന്താണ് ചെയ്യാറുള്ളത് എന്ന് പത്നി ആയിഷ റളിയല്ലാഹു അൻഹയോട് ചോദിച്ചപ്പോൾ അവർ പറഞ്ഞത്, പ്രവാചകൻ വീട്ടിൽ പ്രവേശിച്ചാൽ ആദ്യമായി ചെയ്യുന്നത് പല്ലുതേക്കൽ ആണ് എന്നാണ്. ഈ ഒരു പുണ്യകർമ്മം നമ്മുടെ ജീവിതത്തിലും ദിനചര്യയാക്കി നാം മാറ്റുക. നമ്മുടെ ആരോഗ്യം സംരക്ഷിക്കാനും ബന്ധങ്ങളെ കൂടുതൽ ഊഷ്മളമാക്കാനും സാമൂഹികമായ ഇടപെടലുകൾക്ക് കൂടുതൽ പവിത്രത നൽകാനും ഈ ഒരു സ്വഭാവം ഉപകരിക്കും എന്നത് തീർച്ചയാണ്. പ്രവാചക കൽപ്പനകൾ അനുധാവനം ചെയ്ത് ജീവിതത്തെ വളരെ ചിട്ടയോടും വൃത്തിയോടും കൂടി മുന്നോട്ട് നയിക്കാൻ സർവശക്തനായ നാഥൻ നമ്മെ അനുഗ്രഹിക്കട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. വിസ്ഡം ഇസ്ലാമിക് ഓർഗനൈസേഷൻ അവതരിപ്പിക്കുന്ന നേർവഴി. എല്ലാ ദിവസവും ഏതാനും മിനിറ്റുകൾ അറിയിക്കുക. നേർവഴി. Peace Radio. Tune to reality.